السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഏതാണ്ട് ഒരു 4 മാസത്തിന് ശേഷമാണ് ഇങ്ങനെ കുറച്ചുകൂടി വിദ്യാർത്ഥികളായിട്ട് സംസാരിക്കുന്നത്. 3 മാസത്തോളം യു എയിലും ഒരു മാസം യു എയിലും 3 മാസത്തോളം കൈറോയിലും പോയിട്ട് ഒരു ആഴ്ചയാവുന്നേ ഉള്ളൂ നാട്ടിലെത്തിയിട്ട്. അപ്പോൾ നേരത്തെ ഇവിടെ സുഹൃത്ത് സിദ്ദീഖി പറഞ്ഞ പോലെ എഴുത്ത്, ഭാഷ, വായന, യാത്ര ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേയൊക്കെ ക്രമരഹിതമായിട്ടുള്ള ചില ആലോചനകൾ, അനുഭവങ്ങൾ ഒക്കെ ഈ ചെറിയ സമയത്ത് പങ്കുവെക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എഴുത്തിനെയും വായനയെയും ഒക്കെ സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മാധ്യമത്തെ നമ്മൾ നോക്കുമ്പോൾ, അതിൻ്റെ എല്ലാം വളരെ വലിയ ആധാരം എന്ന് പറയുന്നത് ഭാഷയാണ്, ലാംഗ്വേജാണ്. അപ്പോൾ ഭാഷ എത്രത്തോളം ഭംഗിയുള്ളതാണ്, എങ്ങനെയാണ് വാക്കുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് വാക്കുകൾ ഒരു വായനക്കാരനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ഒരു എഴുത്തിൻ്റെ രീതി, നമ്മളുടെ ഒരു സംസാരത്തിൻ്റെ രീതി, സംവേദനത്തിൻ്റെ രീതി ഒക്കെ. അപ്പോൾ ഈ ഒരു ഭാഷ, എഴുത്തിൻ്റെ ഭാഷ, സംഭാഷണത്തിൻ്റെ ഭാഷ, ആളുകളെ സ്വാധീനിക്കുന്ന ഒഴുക്കുള്ള ഒരു ഭാഷ, അതെങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇംഗ്ലീഷിലാണെങ്കിലും മറ്റ് അറബിയിലാണെങ്കിലും മറ്റ് പ്രധാന ലോക ഭാഷകളിലൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും ക്രിയേറ്റീവ് ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്. ഞാനും കൈറോയിൽ പ്രധാനമായിട്ട് പോയത് കൈറോയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്, ദി അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഇൻ കൈറോ. അപ്പോൾ അവിടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് മുഖ്യമായിട്ട് പഠിപ്പിച്ചത് വാട്ട് ഈസ് ലാംഗ്വേജ്, വാട്ട് ഈസ് എ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് എന്നൊക്കെയുള്ളൊരു തീമിലായിരുന്നു. അപ്പോൾ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഒക്കെ, ഇപ്പോൾ ഇംഗ്ലീഷിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട 2 പ്രസിദ്ധീകരണങ്ങളാണ്. ദി ന്യൂയോർക്കർ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്, ദി ന്യൂയോർക്കർ മാഗസിൻ. അപ്പം അത് കഴിഞ്ഞ ആഴ്ച അത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് 100 വർഷം പൂർത്തിയാവുകയുണ്ടായി. 1925 ഈ മാഗസിൻ ആരംഭിക്കുന്നത്. ഇപ്പം ഇംഗ്ലീഷിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള എസ്സേകൾ വരാറുള്ളത്, ഏറ്റവും മനോഹരമായിട്ടുള്ള കഥകൾ വരാറുള്ളത് ഒക്കെ ദി ന്യൂയോർക്കർ മാഗസിനിലാണ്. അപ്പോൾ അതിൽ എപ്പോഴും പലപ്പോഴും പുസ്തകങ്ങളെക്കുറിച്ചൊക്കെയുള്ള റിവ്യൂസ് വരുമ്പോൾ അവർ പ്രയോഗിക്കാറുള്ള ഒരു പ്രയോഗം എന്ന് പറയുന്നത് എ ലിറിക്കൽ ലാംഗ്വേജ്, ലിറിക്കൽ പ്രോസ്. ദ ബുക്ക് ഈസ് റിട്ടൺ, ദ നോവൽ ഈസ് റിട്ടൺ ഇൻ എ ലിറിക്കൽ പ്രോസ് എന്നൊക്കെയുള്ള രൂപത്തിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ലിറിക്സ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ പാട്ട് എഴുതുന്ന ആളുകളുണ്ടാവില്ലേ, ഈ പാട്ട് പാടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ലിറിക്സ് എന്ന് പറയുന്ന എപ്പോഴും അല്ലേ പാട്ടിനെ ഭംഗി കൂട്ടുന്ന, അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ക്രമം നിശ്ചയിക്കുന്ന, നമ്മളൊരു വരിയിൽ ഉച്ചരിക്കുന്ന അതേ ശബ്ദത്തിലായിരിക്കും അടുത്ത 4 വരി ഉച്ചരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഭാഷ മൊഴിയുമ്പോൾ കേൾക്കാൻ ഇമ്പമുള്ള തരത്തിൽ ഭാഷയെ പരിവർത്തിപ്പിച്ച് അതിനെ
കേൾക്കാൻ സുഖമുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിന് ലിറിക്സ് നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെയാണ് പ്രോസ് എന്ന് പറയുന്ന ഗദ്യം? പലപ്പോഴും നമ്മൾ പദ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കവിതയെക്കുറിച്ച് പറയുമ്പോഴൊക്കെയാണ് അതിനൊരു ചൊല്ലാൻ സുഖമുള്ളതായിരിക്കണം, കേൾക്കാൻ സുഖമുള്ളതായിരിക്കണം എന്നൊക്കെ പറയാറുള്ളത്. പക്ഷേ ഗദ്യത്തിൽ പോലും ഈ ലിറിക്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇംഗ്ലീഷിലാണെങ്കിലും അറബിയിലാണെങ്കിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഗദ്യത്തിന് നമ്മളുടെ ഭാഷയ്ക്ക് ഓരോ വാക്കുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഓരോ പ്രയോഗങ്ങളും നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിലൊരു കാവ്യഭംഗി ഉണ്ടായിരിക്കുക, അതിലെ മുഴക്കങ്ങൾക്ക്, അതിലെ ശബ്ദങ്ങൾക്ക്, അതിലെ സ്വരങ്ങൾക്ക് ഒരു കേൾക്കാൻ സുഖമുള്ള തരത്തിലേക്ക് വാക്കുകളെ പരിവർത്തിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ന്യൂയോർക്കർ മാഗസിൻ്റെ അവർ 1925 അവർ തുടങ്ങിയിട്ടുള്ള ഏതാണ്ട് അതേ കോളംസാണ് ഇപ്പോഴും 100 വർഷമായിട്ട് ഇപ്പോഴും അവരുടെ കോളംസ് മാറ്റം വന്നിട്ടില്ല. എഴുത്തുകാർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു മാഗസിൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിറ്റററി കൾച്ചർ മാഗസിനായിട്ട് ഇപ്പോഴും തുടരുമ്പോൾ അവർ അന്ന് വളരെ ആലോചിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഷാ സ്ട്രക്ചറുണ്ട്. അപ്പോൾ പല എഴുത്തുകാരും അവർക്ക് കഥകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കവിതകൾ കൊടുക്കുമ്പോൾ അവരുടെ എഡിറ്റേഴ്സ് പലപ്പോഴും അതിൽ എഡിറ്റ് വരുത്തിയിട്ട് ആ ഭാഷയ്ക്ക് വായിക്കുമ്പോൾ ഒരു സുഖമുള്ള തരത്തിലേക്ക്, അതിൽ വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ വായിക്കുമ്പോൾ സാമാന്യം നന്നായിട്ട് മനസ്സിലാവുന്ന തരത്തിലേക്ക് ഉള്ള ഒരു പരിവർത്തനം ദ ന്യൂയോർക്കർ മാഗസിന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 2017 മുതൽ ഒരു 22 വരെ സ്ഥിരമായിട്ട് ആ മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പോൾ അത് വളരെ ദീർഘമായിട്ട് വായിക്കുമ്പോഴാണ് കുറേ കൂടി ഭാഷയെക്കുറിച്ചൊക്കെ കുറേ കൂടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാതെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ വായനകൾ എന്നെ വ്യക്തിപരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ന്യൂയോർക്കർ മാഗസിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, ഇംഗ്ലീഷിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ അറബിയിൽ ഒക്കെ വരുന്ന, അറബിയിൽ വളരെ പ്രധാനപ്പെട്ട മോഡേൺ എഴുത്തുകാർ. ഇപ്പോൾ നമ്മൾ ഈ മോഡേൺ അറബി എന്നൊക്കെ പറയുന്നത്, ശരിക്കും മോഡേൺ അറബി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇപ്പോൾ പ്രയോഗങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ സാമാന്യന സംസാര ഭാഷയിൽ വരുന്ന, മാധ്യമ ഭാഷയിൽ വരുന്ന മാറ്റം മാത്രമല്ല. നെപ്പോളിയൻ ഈജിപ്തിലേക്ക് വരുന്നത് 1798 അപ്പോൾ നെപ്പോളിയൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിയായിരിക്കും, ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചക്രവർത്തി എന്നുള്ള നിലയിൽ അദ്ദേഹം 3 വർഷം മാത്രമാണ് ഈജിപ്ത് ഭരിച്ചതെങ്കിലും അത് പിന്നീട് ഈജിപ്തിനെ വലിയ തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനുശേഷം ഈജിപ്തിൽ നിന്നുള്ള കുറേ സ്കോളേഴ്സ് ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട്, ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നുണ്ട്. എന്നിട്ട് അറബിയിൽ നിന്ന് കുറേ പുസ്തകങ്ങൾ ഫ്രഞ്ചിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട്, ഫ്രഞ്ചിൽ നിന്ന് കുറേ പുസ്തകങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 16-ാം നൂറ്റാണ്ട് മുതലൊക്കെ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയായിരുന്നു ഫ്രഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ഇംഗ്ലീഷാണെന്ന് പറയുമ്പോഴും ആ ഇംഗ്ലീഷ് ഒരു ഡോമിനൻസിലേക്ക് വരുന്നത് കഴിഞ്ഞൊരു 150 വർഷത്തിനിടയിലാണ്. ഫ്രഞ്ച് ഭാഷയായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഭാഷ. അപ്പോൾ ഫ്രഞ്ചിലാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കഥകളുണ്ടായിരുന്നത്, നോവലുകളുണ്ടായിരുന്നത്, കവിതകളുണ്ടായിരുന്നത്, ഏറ്റവും പുതിയ ലിറ്ററേച്ചറിൻ്റെ രീതികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയൊക്കെ ഏറ്റവും ആദ്യമായിട്ട് അത് സ്വാധീനിച്ചൊരു ഭാഷ എന്ന് പറയുന്നത് അറബി ഭാഷയായിരുന്നു. അത് ഞാൻ പറയുന്നത് ഈ നെപ്പോളിയൻ്റെ ഒരു കാലത്തിന് ശേഷം. അപ്പം അതിന് ശേഷം വന്നിട്ടുള്ള കുറേയധികം അറബി പുസ്തകങ്ങളിൽ ഈ ശൈലികളൊക്കെ, ഇപ്പോൾ മൻഫലൂത്തി എന്ന് പറയുന്ന ഒരെഴുത്തുകാരുണ്ട്, ഇതിൻ്റെയൊക്കെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ശൈലികൾ വന്നിട്ടുള്ള ഒരെഴുത്തുകാരനാണ്. അതിന് ശേഷം വന്നിട്ടുള്ള നജീം മഹ്ഫൂദ് ഒക്കെ 1930 അതൊക്കെ കുറേ പിന്നീട് വരുന്ന ആളുകൾ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഭാഷയിൽ നമുക്ക് കാണാവുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ലിറ്ററേച്ചറിനെ വളരെ ഭംഗിയായിട്ട് അറബിയിൽ ആവിഷ്കരിക്കുന്ന ഒരു തരത്തിലേക്കുള്ള മാറ്റം ഉണ്ടായി എന്നുള്ള. അപ്പോൾ ഇതൊക്കെ മോഡേൺ അറബിയുടെ ഭാഗമാണ്. ഇപ്പോൾ നജീം മഹ്ഫൂദ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ഏതാണ്ട്
40കളോളം നോവലുകൾ എഴുതിയത്. ആ നോവലുകൾ മുഴുവൻ കൈറോ എന്ന് പറയുന്ന സിറ്റിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ നോവലുകളുടെയും തീം, അദ്ദേഹം വളരെ ചെറുപ്പകാലം മുതൽ ജീവിക്കുന്നത് കൈറോയിലാണ്. ഇപ്പോൾ ഖാനൽ ഖലീലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട്. അപ്പോൾ ഖാനൽ ഖലീലി എന്ന് പറയുന്ന കൈറോയിലെ ഏറ്റവും പഴമ നിറഞ്ഞ ഒരു ഇപ്പോഴും നിലനിൽക്കുന്ന കൈറോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട തീമിലാണ് അദ്ദേഹം നോവൽ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അറബിയിൽ ഭാഷയുടെ പരിവർത്തനങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഷ ഇങ്ങനെ ലിറിക്കലായിട്ട് കുറേ കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് വായിക്കാവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ലാംഗ്വേജിനെ അത്തരത്തിൽ സമീപിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സ് ചെയ്ത പോലെ നിങ്ങൾ ഒരു വർഷത്തെ അല്ലെങ്കിൽ 6 മാസത്തെ ഒന്നും കോഴ്സ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഈ ഭാഷയെ ഈ തരത്തിൽ എന്താണ് അതിൻ്റെ ഒരു ഡെപ്ത്, നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത തരത്തിൽ ഭാഷ ഒഴുകി വരുന്ന തരത്തിൽ പദങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 10 പേരുടെ പ്രഭാഷണം കേട്ടതുകൊണ്ട് മാത്രം മതിയാവില്ല. അത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് നമ്മളെ സഹായിക്കുമായിരിക്കും. അത് നമ്മൾ നിരന്തരം വായിച്ചും എഴുതിയും ഒക്കെ നന്നായിട്ട് മാറ്റം വരേണ്ട, നമ്മളുടെ ഒരു ഭാഷയിൽ പരിവർത്തനം വരേണ്ട ഒരു സംഗതിയാണ്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ഒഴുക്കുള്ള ഒരു ഭാഷ രൂപപ്പെടുന്നത്. അങ്ങനെ രൂപപ്പെടുന്നൊരു ഭാഷ നിങ്ങളൊരു പാരഗ്രാഫ് എഴുതിയാൽ തന്നെ അത് വായിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത്, അതിൻ്റെ ഒരു കനം, അതിൻ്റെ ഒരു വായനാ സുഖം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കൽപ്പറ്റ നാരായണ മാഷൊക്കെ പറയാറുണ്ട്, അദ്ദേഹം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാറുള്ളത് ടു ക്രിയേറ്റ് ഹിസ് ഫേസ്റ്റ് സെൻറ്റൻസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു കവിത എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതുകയാണെങ്കിലൊക്കെ ഈ ആദ്യ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ഒരു പക്ഷേ വളരെ കൂടുതൽ ആലോചിക്കാറുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഒരു പുസ്തകത്തെ വായിപ്പിക്കുന്നതിൽ, ഒരു ലേഖനത്തെ വായിപ്പിക്കുന്നതിൽ, ഒരു കവിതയെ വായിപ്പിക്കുന്നതിലൊക്കെ നമ്മളുടെ ഒരു ആദ്യത്തെ പാരഗ്രാഫ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആദ്യത്തെ പുസ്തകമൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഞാനെപ്പോഴും വിചാരിക്കാറുള്ളത്, നമ്മൾ കുറേ പുസ്തകങ്ങൾ എഴുതുക എന്നതിനൊക്കെ അപ്പുറം നമ്മൾക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന, നമുക്ക് തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന, നമുക്ക് തന്നെ സംതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് പതിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ധാരാളമായിട്ട് ഒരേ സമയം നമ്മൾ ഫിക്ഷൻസ് വായിക്കണം, അതോടൊപ്പം തന്നെ നോൺ ഫിക്ഷൻസ് വായിക്കണം. മലയാളം മാത്രമല്ല, അറബിയിലേക്ക് ഈ വായനകൾ പോകണം, ഇംഗ്ലീഷിലേക്ക് ഈ വായനകൾ പോകണം. ഇപ്പോൾ അറബി ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇടയിൽ വളരെ കുറഞ്ഞ ആളുകളായിരിക്കും ഇപ്പോൾ അറബിയിൽ റിവായാത്തൊക്കെ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ അറബിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ പുസ്തകോത്സവം എന്ന് പറയുന്നത് നമ്മൾ ഇവിടേക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഷാർജ പുസ്തകോത്സവമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഈ ഷാർജ പുസ്തകോത്സവത്തിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് തവണ എൻ്റെ ഈ പുസ്തകം അവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ 10 ദിവസം അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ കൈറോയിൽ കഴിഞ്ഞ ജനുവരി 25 മുതൽ ഇപ്പോൾ ഈ ഫെബ്രുവരി 5 വരെ കൈറോ ഇൻ്റർനാഷണൽ പുസ്തകോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ദിവസം മറ്റു തിരക്കുകൾ കാരണം എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റിയില്ല, 2 ദിവസം പങ്കെടുത്തിരുന്നു. അപ്പോൾ ശരിക്കൊരു കൈറോ ഇൻ്റർനാഷണൽ പുസ്തകോത്സവം കണ്ടപ്പോഴാണ് ശരിക്കും എന്താണ് ഒരു പുസ്തകോത്സവം, എങ്ങനെയാണ് ഒരു പുസ്തകത്തെ ആളുകൾ സ്വീകരിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കൈറോ ഇൻ്റർനാഷണൽ പുസ്തകോത്സവം എന്ന് പറയുന്നത് ഏതാണ്ട് ഷാർജ ബുക്ക് ഫെയറിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുണ്ട്. ഏതാണ്ട് ഒരു 1 കിലോമീറ്ററോളം വലിപ്പത്തിൽ വലിയ ഓഡിറ്റോറിയങ്ങളിൽ ഒരു 5-6 വലിയ ഓഡിറ്റോറിയത്തിലാണ് ഈ പുസ്തകോത്സവം നടക്കുന്നത്. അപ്പോൾ ആളുകൾ, ഞാനൊരു ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെയാണ് അവിടെ പോകുന്നത്. അന്ന് കൈറോയിൽ വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ ഈ സമയത്ത് ഏതാണ്ട് ഒരു 11 മണിക്കൊക്കെ ആളുകൾ സ്കൂളും കോളേജുകളൊക്കെ ഉള്ള ഒരു സമയത്ത് അന്നേരം അവിടെ പോകുമ്പോഴൊരു 10,000 ആളുകളൊക്കെ അവിടെ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി അന്നേരം അവിടെ ഉണ്ട്. എല്ലാ ആളുകളും പുസ്തകം വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന, ഷാർജയിൽ ഒരു പക്ഷേ അതൊരു
ഒരു ആർട്ടിഫിഷ്യൽ പുസ്തകോത്സവമാണ്. അത് ഭയങ്കരമായിട്ട് മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നുണ്ട്. പലരും അവിടെ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു പോകുന്നു എന്നൊക്കെയുള്ള തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ കൈറോയിൽ ഒരു ട്രൂലി പുസ്തകത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ, ഈ കൈറോ സിറ്റിക്ക് ശരിക്കും അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട് പുസ്തകങ്ങളുടെ. ഇപ്പോഴും അറബ് ലോകത്തെ പുസ്തകങ്ങളിൽ ഒരു 50-60% കൈറോ എന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് വരുന്നത്. അറബ് ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് കൈറോ. പക്ഷേ ഇപ്പോഴും അവർ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ പുസ്തകങ്ങൾക്ക് അവർ ഭയങ്കരമായിട്ട് സംഭാവന ചെയ്യുന്നു. അതുപോലെ ഒരുപാട് പത്രങ്ങൾ, ഒരുപാട് മജല്ലാത്ത് ഒക്കെ ഇപ്പോഴും ധാരാളമായിട്ട് ചെറിയ വിലയ്ക്ക്, ഇപ്പോൾ വലിയ ഒരു 100-150 പേജൊക്കെയുള്ള മാഗസിൻസുകളുണ്ട്. ഓരോ മന്ത്ലി പബ്ലിഷ് ചെയ്യുന്ന പലതും കളർ പേജുകളൊക്കെ ആയിരിക്കും. അതിൽ റിവായാത്ത്, അതുപോലെ കോൺവെർസേഷൻസ് എല്ലാം ഉണ്ടാവും. അപ്പം അതിനൊക്കെ എപ്പോഴും കൈറോയിലൊരു 10 ഗിനി എന്ന് പറഞ്ഞ നാട്ടിലൊരു 17 രൂപ. അവിടുത്തെ പ്രധാനപ്പെട്ട പത്രമാണ് അൽ അഹ്റാം എന്ന് പറയുന്നത്. അറബ് ലോകത്ത് ഏറ്റവും അഹ്റാം എന്ന് പറയുന്നത് പിരമിഡ്സ് എന്ന് അളർത്ത്, ഹറം എന്നുള്ളതിൻ്റെ ജമാണ് അഹ്റാം. അപ്പോൾ ദ പിരമിഡ്സ് എന്നാണ് അതിൻ്റെ വാചികാർത്ഥം. അപ്പോൾ ലോകത്തെ തന്നെ അറബ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ് അൽ അഹ്റാം. അപ്പോൾ അത് ഇപ്പോഴും ഒരു 3 ഗിനി 4 ഗിനിക്ക്, നാട്ടിലൊരു 5 രൂപക്കൊക്കെ അവിടെ ലഭ്യമാവും. അപ്പോൾ അത് ഇപ്പോഴും ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് വരുന്ന ഗവൺമെൻറ് എല്ലാ ദാരിദ്ര്യത്തിനിടയിലും ഇത്തരം കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് അവിടെ, കാരണം കൈറോയുടെ ഒരു ലെഗസി എന്ന് പറയുന്നത്, കൈറോയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അത് സ്കോളർഷിപ്പിൻ്റെ പാരമ്പര്യമാണ്, അത് ലിറ്ററേച്ചറിൻ്റെ പാരമ്പര്യമാണ്. ഇപ്പോൾ ഇബ്നു ഖൽദൂൻ കൈറോയിലേക്ക് വരുന്നത് 1378 14-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ അദ്ദേഹം കുർത്തുബയിൽ നിന്ന് കുറേ കാലം മുസ്ലിം സ്പെയിനിൽ അവിടുത്തെ ഖാളിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള ടുണീഷ്യയിലേക്ക് വരുന്നു. പിന്നീടാണ് അദ്ദേഹം കൈറോയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 60-ാമത്തെ വയസ്സിൽ, അപ്പോഴേക്കും അദ്ദേഹം മുഖദ്ദിമയൊക്കെ എഴുതി തീർത്തിട്ടുണ്ട്, കൈറോയിലേക്ക് വരുന്നു. അപ്പോൾ ഈ സിറ്റിയെ കണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ സ്കോളർഷിപ്പിനെ സ്നേഹിക്കുന്ന ഒരാൾ, ഇൽമിനെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ഒരു കൈറോയെ കാണാതെ പോകരുതെന്ന് പറയുന്നുണ്ട്. ഈ കൈറോയെ കാണാത്ത ഒരാൾ ലോകത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ശരിക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം നിങ്ങൾ അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ വേദികൾക്ക് പേരിടുമ്പോൾ കുർത്തുബ എന്നൊക്കെ അല്ലേ, ബഗ്ദാദ് കുർത്തുബ എന്നൊക്കെ ഇടുമ്പോഴും കൈറോയെ പലരും മറന്നു പോകാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിറ്റികളിലൊക്കെ ഏതാണ്ട് ബഗ്ദാദൊക്കെ 12-ാം നൂറ്റാണ്ടിലെ ഈ ആക്രമണത്തോടു കൂടി, മംഗോളിയൻസിൻ്റെ ആക്രമണത്തോടു കൂടി അവിടുത്തെ സ്കോളർഷിപ്പും അവിടുത്തെ ഭരണകൂടമൊക്കെ വലിയ രൂപത്തിൽ ശിഥിലാവുന്നുണ്ട്. ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് മുതൽ ഈ ക്രൈസ്തവരുടെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൻ്റെ ഫലമായിട്ട് 14-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് മുസ്ലിം സ്പെയിനിലെയും അവസ്ഥ ശിഥിലാകുന്നുണ്ട്. പിന്നീട് ആ കാലഘട്ടത്തും പിന്നീടും ഇസ്ലാമിക സ്കോളർഷിപ്പ് നിലനിന്നിരുന്ന, ഏറ്റവും ഗംഭീരമായിട്ട് നിലനിന്നിരുന്ന സ്ഥലമാണ് കൈറോ എന്ന് പറയുന്നത്. ശരിക്കും അത് നമുക്ക് ഈ സിറ്റിയിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അത്രയും ലൈബ്രറികൾ, അവിടുത്തെ ഡോക്യുമെൻറ്റുകൾ, ഇനിയും പുറത്തു വരാത്ത കുറേയധികം രേഖകൾ, അത് സിറ്റിയുടെ ഒരു ജീനിയോളജിയിലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം കൈറോ കാണാൻ ആളുകൾ പ്രധാനമായിട്ട് വരുന്ന ഈ ഫറോവ യൂറോപ്യൻ ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ വരാറുള്ളത്. അപ്പോൾ ഈ ഫറോവ കാലഘട്ടം, ഫറോവ പീരീഡ് എന്ന് പറയുന്നത് BC 3100 മുതൽ, ഞാൻ എഴുത്തും യാത്രയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി പറയുന്നത്. അപ്പോൾ BC 3100 മുതൽ BC 300 വരെ അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്തിനെ ആക്രമിക്കുന്നത് വരെയുള്ള ഏതാണ്ട് 2700 അല്ലെങ്കിൽ 3000 വർഷം നീണ്ടു നിൽക്കുന്ന വളരെ ദീർഘമായൊരു പീരീഡാണ് ഫറോവ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് 18ഓളം ഡൈനാസ്റ്റികൾ ഭരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗിസ പിരമിഡൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ആദിമ കാലഘട്ടത്തിലാണ്. BC 2600-കളിലാണ് ഗിസയിലെ കുഫു എന്ന് പറയുന്ന ഫറോവ അദ്ദേഹത്തിൻ്റെ പിരമിഡ് ഉണ്ടാക്കുന്നത്. പിന്നീട് ഏതാണ്ട് മുസാ നബിയുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് കുറേ ഹിസ്റ്റോറിയൻസൊക്കെ വിവരിക്കുന്നത് BC
1300-നും 1200-നും ഇടയിലുള്ള ഒരു സമയത്താണ് വരുന്ന ഫറോവമാർ. അപ്പോൾ ഈ ഫറോവ കാലഘട്ടം ഇപ്പോഴും അതൊരു ഗംഭീരമായിട്ട് ആളുകൾ അത് കാണാൻ വരുന്നത് അന്നത്തെ മുഴുവൻ ചരിത്രത്തെയും അവരുടെ ഒരു ഗ്രാഫിക് ലിപി ഉണ്ട്, അതിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫറോവമാരുടെ ടൂമ്പുകളിലാണെങ്കിലും അവരുടെ ക്ഷേത്രങ്ങളിലാണെങ്കിലൊക്കെ അന്നത്തെ ജനങ്ങളുടെ ജീവിതം, അവരുടെ കൾച്ച്, ഓരോ രാജാക്കന്മാരും ഭരിച്ചിരുന്നത്, അവരുടെ വർഷം, അവരുടെ ലിറ്ററേച്ചർ, അവരുടെ കമ്മ്യൂണിക്കേഷൻ രീതി, അവരുടെ കൃഷി രീതികൾ മുഴുവൻ ആ കാലഘട്ടത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം സമാനമായ കാലഘട്ടത്തിൽ ഇവിടെ ഹാരപ്പൻ സിവിലൈസേഷൻ നടക്കുന്നുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സിവിലൈസേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെയുള്ള നമ്മളുടെ ഹിസ്റ്റോറിക്കൽ അസംഷൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഭാഗത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുമ്പോൾ അതേക്കുറിച്ച് ആർക്കിയോളജിസ്റ്റുകൾ പഠിച്ച് അതേക്കുറിച്ചുള്ള നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പലത് അസംഷൻസിനാണ്. അവിടുത്തെ ആർക്കിയോളജിക്കൽ ആളുകൾ ഇത്ര കാലത്താണ് അതുണ്ടായത്, അന്നത്തെ കൾച്ചർ ഇതായിരുന്നു എന്നുള്ള. പക്ഷേ കൈറോയിൽ വളരെ, അല്ലെങ്കിൽ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട ഫറോവ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ ഗംഭീരമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇതേക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിപിയിൽ ഏതാണ്ട് BC 3000 മുതൽ അവരുടെ ഹിസ്റ്ററി മുഴുവനായിട്ട് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഫറോവ കാലഘട്ടത്തിലെ സ്മാരകങ്ങളൊക്കെ പോകുമ്പോൾ ഈ ലാംഗ്വേജിൽ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫറോവ ഹിസ്റ്ററി ഇങ്ങനെ എഴുന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ ഒരു എക്കാലത്തെ ഹിസ്റ്ററി ഈ ഭാഷയുടെ ഒരു ഹിസ്റ്ററി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ റിട്ടൺ ഡോക്യുമെൻറ്റുകളുടെ ഒരു ഹിസ്റ്ററി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നീട് വന്ന് മുസ്ലിം കാലഘട്ടത്തിലൊക്കെ ഇസ്ലാമിക പീരീഡിൽ അതിനു മുമ്പ് ഇപ്പോൾ അലക്സാണ്ട്രിയ എന്ന് പറയുന്ന ഈജിപ്തിലെ കൈറോ കഴിഞ്ഞ ഏറ്റവും വലിയ സിറ്റിയാണ്. AD 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലൊക്കെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിൻ്റെ സിറ്റിയായിരുന്നു അലക്സാണ്ട്രിയ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് റോമൻ പീരീഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോളശാസ്ത്ര പഠനങ്ങൾ വികസിക്കുന്നത്, മാത്തമെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ വികസിക്കുന്നത്. പിന്നീട് AD 8-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിം ഗോൾഡൻ ഏജ് ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ആധാരമായിട്ടുള്ള അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പല പുസ്തകങ്ങൾ അലക്സാണ്ട്രിയയിൽ എഴുതപ്പെട്ടതാണ്. അപ്പം അങ്ങനെ ഒരു സ്കോളർഷിപ്പിൻ്റെ ഇപ്പോഴും ആ ഒരു പ്രതാപം, വിജ്ഞാന കൗതുകം ഉള്ള ഒരു ജനതയായിട്ട് എനിക്ക് ഈജിപ്ഷ്യരെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് അവരുടെ വലിയൊരു വരുമാനം ഇപ്പോഴും ടൂറിസ്റ്റായിട്ടൊക്കെ മാറുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈജിപ്തിൻ്റെ ഈ ഒരു പ്രതാപം നിലനിൽക്കുന്നത് വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴും അവരുടെ സ്കോളർഷിപ്പിനോടുള്ള അവരുടെ മമത. ഇപ്പോൾ കൈറോ സിറ്റിയിലൊക്കെ ദിവസവും 10-15 പുസ്തക ചർച്ചകൾ നടക്കാറുണ്ട്, കൾച്ചർ ഡിസ്കഷൻസുകൾ ഉണ്ടാകാറുണ്ട്. ഞാൻ ദുബൈയിലോ ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴൊന്നും അവിടെയൊക്കെ ഒരു വലിയ പെരുമയുടെ സിറ്റിയായിട്ട്, ഒരു വലിയ മോഡേൺ സിറ്റിയായിട്ട് നമുക്ക് കാണാമെങ്കിൽ ഇങ്ങനെ ഒരു കൾച്ചറൽ പ്രതാപം നമുക്ക് അറബ് ലോകത്തെ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തെ മറ്റൊരു സിറ്റിയിലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു സിറ്റിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, അത് നമ്മളെ ഭയങ്കരമായിട്ട് വായിക്കാൻ പ്രേരിപ്പിക്കും, നമ്മളെ ഭയങ്കരമായിട്ട് ഭാഷയിലേക്ക്, നമുക്കിഷ്ടപ്പെട്ട യാത്രകളിലേക്ക്, നമുക്കിഷ്ടപ്പെട്ട സാംസ്കാരിക അന്വേഷണങ്ങളിലേക്ക്, പഠനങ്ങളിലേക്ക് ഒക്കെ പ്രേരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയായിട്ട് എനിക്ക് കൈറോയെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ കൈറോയിലേക്ക് വരുന്നത് നജീബ് മഹ്ഫൂദിൽ നിന്നാണ്. അദ്ദേഹം കൈറോയെക്കുറിച്ചുള്ള, കൈറോയുടെ ഒരു ചരിത്രത്തെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് നോവലുകളിലൂടെ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാഷ, പ്രോസിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നസ്റിനെ കുറിച്ച്, ഗദ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ നസ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കഥകളാവട്ടെ നോവലുകളാവട്ടെ ഇവയെല്ലാം. അപ്പോൾ കഥകളുടെയും നോവലുകളുടെയൊക്കെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രഞ്ച് ഫിലോസഫറുണ്ട്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ജാക്കസ് ദെറീദ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ദി ആക്ട്സ് ഓഫ് ലിറ്ററേച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഫിലോസഫറാണ്. അപ്പോൾ വാട്ട്
കൈൻഡ് ഓഫ് ബുക്സ് യു വാണ്ട് ടു റീഡ് മോസ്റ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ഏതാണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് അത് ഫിക്ഷൻസ് ആണെന്നുള്ള. ഫിക്ഷൻസ് എന്ന് പറഞ്ഞാൽ കഥകളും നോവലുകളൊക്കെ ഉൾക്കൊള്ളുന്ന ജോൺട്ര, ഉൾക്കൊള്ളുന്ന വിഭാഗം. അപ്പോൾ എന്തുകൊണ്ടാണ് അത് എന്നതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി, ഇപ്പം നിങ്ങൾ ഹിസ്റ്ററി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹിസ്റ്റോറിയോഗ്രാഫിക് ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനകൾ എഴുതാൻ പറ്റില്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതാൻ പറ്റില്ല. നിങ്ങളൊരു സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഒക്കെ പഠിച്ചിട്ട് ആ ഒരു പഠനത്തെക്കുറിച്ചുള്ള നിഗമനങ്ങൾ വളരെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ള ഒന്നേ നിങ്ങൾക്ക് സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു സാമാന്യന ഒരു വിഷയത്തെക്കുറിച്ചൊരു ലേഖനം എഴുതുകയാണെങ്കിലും വസ്തുതകൾ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഫിക്ഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യു ഡോണ്ട് ഹാവ് എനി ലിമിറ്റ് ടു ഡെപിക്റ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്തും എഴുതാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ എഴുതാം, നിങ്ങൾക്ക് സ്വപ്നങ്ങൾ എഴുതാം, അയാഥാർത്ഥ്യങ്ങൾ എഴുതാം, നിങ്ങളുടെ വിചാരങ്ങൾ എഴുതാം, ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പങ്ങൾ എഴുതാം, പാസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പങ്ങൾ എഴുതാം. അപ്പോൾ ഒരാളുടെ എല്ലാത്തരം സ്വപ്നങ്ങളും എഴുതാൻ പറ്റുന്ന, ഒരാളുടെ എല്ലാത്തരം ആലോചനകളും പകർത്താൻ പറ്റുന്ന, കാരണം ഫിക്ഷൻ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തരം ഡെപിക്ഷനും ഇല്ല. നിങ്ങൾക്കൊരു നോവൽ എഴുതുമ്പോൾ ഒരു കഥാപാത്രത്തെ ഇങ്ങനെ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ വിചാരങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, ആ കഥാപാത്രം പറയുന്ന മുഴുവൻ ശരിയായിരിക്കണം എന്നൊന്നും ഒരു തരത്തിലുള്ള കൺട്രോൾസ് ഇല്ലാത്ത, ഒരു തരത്തിലുള്ള ഉപാധികളും ഇല്ലാത്ത ഒരു രീതിയാണ് ഫിക്ഷൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഇൻ ഹിസ് ആക്ട് ഓഫ് റൈറ്റിംഗ് എന്നുള്ളതാണ് ഒരു ഫിക്ഷൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചരിത്രത്തെ ഫിക്ഷണലൈസ് ചെയ്യാം. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ചരിത്രം പറയുന്ന കുറേ കൂടി ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന തരത്തിൽ നിങ്ങൾക്ക് ആ ചരിത്രത്തെ ഒരു ഫിക്ഷൻ്റെ കുറേ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ നിങ്ങൾക്കൊരു കഥയായിട്ട് എഴുതാം, ഒരു നോവലായിട്ട് എഴുതാം. മുഴുവൻ നടന്ന സംഭവങ്ങൾ തന്നെ കുറേ കൂടി ഇപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുൽ ബഷർ എന്ന് പറഞ്ഞിട്ട് തൗഫീഖുൽ ഹക്കീം എന്ന് പറയുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ നജീബ് മഹ്ഫൂദ് കഴിഞ്ഞാൽ അറബ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്ററാണ് തൗഫീഖുൽ ഹക്കീം. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു മസ്രഹിയത്തിൻ്റെ രൂപത്തിലാണ് ആ പുസ്തകം എഴുതുന്നത്. ഏതാണ്ട് ഒരു 300 പേജുകളിൽ ഞാൻ കൈറോന്ന് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽ വഫാത്ത് വരെയുള്ള സംഭവങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷണം, ഹിജ്റ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന രൂപത്തിൽ വളരെ മനോഹരമായിട്ട് നമുക്കൊരു പക്ഷേ ഒരു ചരിത്ര പുസ്തകത്തിൽ വായിക്കുന്ന ഏതാണ്ട് എല്ലാ വിവരങ്ങളും അദ്ദേഹം കോർത്തിണക്കിയിട്ട്, എന്നാൽ അതിൻ്റെ ഒരു നെറേറ്റീവ്, അതിൻ്റെ ഒരു സ്റ്റൈല് കുറേ കൂടി ഒരു ഫിക്ഷൻ്റെ രൂപത്തിലേക്ക് ആക്കിയിട്ടുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ട്. അപ്പോൾ അത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കുറേ കൂടി ഹൃദയസ്പർശിയായിട്ട് തോന്നും, വായനക്കാർക്ക് ഹൃദയസ്പർശിയായിട്ട് തോന്നും. അപ്പോൾ അതിലൊക്കെ ഇവരുപയോഗിക്കുന്നത് ദയർ സ്ട്രെങ്ത് ഈസ് ലാംഗ്വേജ് എന്നുള്ള ഭാഷയിലാണ് ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അയാളുടെ ലാംഗ്വേജ് ഏറ്റവും മധുരമുള്ളതാക്കുക, ഏറ്റവും കമ്മ്യൂണിക്കേറ്റീവ് ആക്കുക, ഏറ്റവും ആഴമുള്ളതാക്കുക, ഏറ്റവും ലിറിക്കലാക്കുക തുടങ്ങിയ ഘടകങ്ങളാണ്. അപ്പം അങ്ങനെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ധാരാളം വായിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ റൈറ്റർ ആവുന്നില്ല. നമ്മൾ ഇപ്പോൾ ചില എഴുത്തുകാരൊക്കെ പറയാറുള്ളത്, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ അല്ലെങ്കിൽ അറബിയിൽ നമ്മളൊരു ഒരു പുസ്തകം വായിക്കുന്നു. അപ്പോൾ ആ ഒരു റൈറ്ററുടെ ഒരു മെത്തേഡ്, അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് മെത്തേഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുകയാണെങ്കിൽ അതിൽ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു അധ്യായം, ഒരു 5 പേജുള്ളൊരു അധ്യായം നമ്മളത് റീറൈറ്റ് ചെയ്യുന്നു. അതേ സ്ട്രക്ചറിൽ നമ്മളൊന്നുകൂടി നമ്മളുടെ അടുത്തുള്ള റഫ് നോട്ട്ബുക്കിൽ എഴുതുന്നു. എന്നിട്ട് രണ്ടാമതൊരു തവണ നമ്മൾ ആ ഒരു ആശയത്തെ മാറ്റിയിട്ട് അതിൻ്റെ ഇപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറുകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ
നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറുകളൊക്കെ എഴുത്തിൽ, പ്രത്യേകിച്ച് ഫിക്ഷൻ റൈറ്റിങ്ങിൽ ചില സെൻറ്റൻസുകൾ കുറേ കൂടി ദൈർഘ്യമുള്ള സെൻറ്റൻസുകളായിരിക്കും, ചിലതിന് ദൈർഘ്യം കുറവായിരിക്കും. ഇപ്പോൾ ചിലതിന് ഇപ്പോൾ മലയാളത്തിലെ MT ഒക്കെ എഴുതുന്ന MT ഒക്കെ വളരെ മനോഹരമായിട്ട് മലയാളത്തിൽ ഗദ്യം എഴുതിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നോവലും കഥകളും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഗദ്യ പുസ്തകങ്ങളുണ്ട്, ഏതാണ്ട് 3-4 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ഒരു പൂർണ്ണവാക്യങ്ങൾ എന്ന് തോന്നാത്ത കുറേ വാക്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിക്കുകയാണ്. അപ്പോൾ ആ വാക്യങ്ങളൊക്കെ വരുന്നത് പലപ്പോഴും സെൻറ്റൻസിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാക്യ നിർമ്മാണ കല, ദി ആർട്ട് ഓഫ് മേക്കിംഗ് ദി സെൻറ്റൻസസ്, എങ്ങനെയാണ് വാക്യങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ഒരു ആർട്ട് നമ്മൾ പതിയെ പതിയെ വശപ്പെടുത്തി വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഒരു റൈറ്ററായിട്ട് മാറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ദവാ കോളേജുകളിലൊക്കെ നമ്മൾ ഒരുപാട് യങ്ങായിട്ടുള്ള റൈറ്റേഴ്സ് വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത്, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു 8 വർഷമോ 10 വർഷം കൊണ്ട് നിങ്ങൾ കുറേയധികം വായിക്കുന്നുണ്ടാവും, കുറേയൊക്കെ എഴുതിയുന്നുണ്ടാവും. പക്ഷേ വെൻ യു ഫിനിഷ് നിങ്ങൾ അതിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുകയാണ്. പിന്നീട് നിങ്ങളുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് കാര്യമായിട്ട് നിങ്ങൾ അതുവരെ വായിച്ചത് വെച്ചിട്ടുള്ള മീൻസ് ഒരുപക്ഷെ നിങ്ങൾ പുതിയ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കിതാബുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഒക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വായിക്കണം. ഒരു എഴുത്തുകാരൻ എപ്പോഴും അയാളുടെ ഭാഷ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നിരന്തരമായിട്ട് പുതിയ വായനകൾ നടത്തിക്കൊണ്ടിരിക്കണം. ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വായനയും നോളജിന് വേണ്ടിയിട്ടുള്ള വായനയും അത് രണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ ഒരു പക്ഷേ നല്ലൊരു ഭാഷാ വിദഗ്ധനായിക്കൊള്ളണമെന്നില്ല. ഒരു ഹിസ്റ്റോറിയൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ടു ഡോക്യുമെൻ്റ് ദ ഹിസ്റ്ററി ഹി സ്റ്റഡീഡ്, അത് നന്നായിട്ട് ക്രമപ്രകാരം എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അത് പലപ്പോഴും ഒരു അക്കാഡമിക് ഭാഷയിലായിരിക്കും. ഇപ്പോൾ അക്കാഡമീഷ്യൻസിനൊക്കെ അക്കാഡമിക് ഭാഷയ്ക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ഇപ്പോൾ ചില പുസ്തകങ്ങൾ ഇംഗ്ലീഷിലൊക്കെ ദി ഹൗ ടു റൈറ്റ് അക്കാഡമിക് എസ്സേസ്, ഹൗ ടു റൈറ്റ് അക്കാഡമിക് ബുക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പുസ്തകങ്ങൾ, കാരണം അക്കാഡമിക് പുസ്തകത്തിന് അക്കാഡമിക് ഭാഷയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ എഴുതുന്നത് വളരെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വസ്തുതകളെ വളരെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അക്കാഡമിക് ഭാഷയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു സംഗതി. അതേസമയത്ത് അക്കാഡമിക് ഭാഷയിൽ തന്നെയുള്ള ചില എഴുത്തുകാർ വളരെ നല്ല അക്കാഡമിക് ഭാഷയിൽ എഴുതുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മലബാറിനെ കുറിച്ച് ആദ്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ് റോളണ്ട് ഡി മില്ലർ എന്ന് പറയുന്ന. 1976 തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകം മാപ്പിള മുസ്ലിംസിനെ കുറിച്ച് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ക്രൈസ്തവ മിഷണറിയുടെ ഒക്കെ ഭാഗമായിട്ടാണ്, അത്തരം ഒരു മിഷൻ്റെ അല്ലെങ്കിൽ അത്തരം ഒരു ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് കേരളത്തിലേക്ക് വന്ന് ഏതാണ്ട് 10 വർഷത്തോളം ഇവിടെ ചിലവഴിച്ച് മുസ്ലിം കൾച്ചറിനെ കുറിച്ച് പഠിച്ച് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതുന്നത് മാപ്പിള മുസ്ലിംസിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സെൽഫി നെറേറ്റീവാണ്. കാര്യമായിട്ട് ഇവിടുത്തെ മാലകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രഡീഷണൽ ഇസ്ലാമിനെ കുറിച്ചോ ഒന്നും കാര്യമായിട്ട് അതിൽ പ്രതിപാദിക്കുന്നില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഈ പുസ്തകത്തിൽ എന്നെ സ്വാധീനിച്ചൊരു കാര്യം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു റൈറ്റിംഗ് സ്റ്റൈലാണ് റോളണ്ട് ഡി മില്ലറിൻ്റെ എന്നുള്ളത്. അപ്പം നമ്മളൊരു വിമർശന പുസ്തകം വായിക്കുകയാണെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന, ഇപ്പോൾ നമ്മളൊരു വിമർശനം, ഇപ്പോൾ കാരശ്ശേരിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ട് അല്ലേ. അതിപ്പോൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ചാനലുകളൊക്കെ ഇരുന്ന് എല്ലാ മുസ്ലിംസിന് മാത്രമല്ല എല്ലാവർക്കും അസംബന്ധങ്ങളെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇപ്പോഴും പരാമർശിക്കാറ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു യുണീക്ക് റൈറ്റിംഗ് സ്കില്ലുണ്ട്. വളരെ ഗംഭീരമായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യത്തെ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള, വളരെ ലിറിക്കലായിട്ട് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള
മനോഹരമായിട്ടുള്ളൊരു റൈറ്റിംഗ് സ്കില്ലുള്ള റൈറ്ററാണ്. ഒരു പക്ഷേ കേരളീയ മുസ്ലിംസിനിടയിൽ തന്നെ ഒരു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു 5 പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ എണ്ണാൻ പറ്റുന്ന ഒരാളാണ് കാരശ്ശേരിയുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മുസ്ലിം ക്രിറ്റിസത്തെക്കുറിച്ചുള്ള നമ്മളൊരു ക്രിട്ടിക്കൽ ലെവലിൽ അദ്ദേഹം പഠിച്ച് വിമർശിക്കാൻ വേണ്ടിയിട്ട് വായിക്കുകയാണെങ്കിലും വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. അപ്പോൾ അതുകൂടി നമ്മളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അത് നമുക്കതിൽ ഉൾക്കൊള്ളാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്ന ഒരു നെറേറ്റീവിൻ്റെ രീതി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ വായനയിൽ നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു സബ്ജക്റ്റിനെ കുറേ കൂടിയിട്ട് അതിൻ്റെ അല്ലെങ്കിൽ ഭാഷയെ കുറേ കൂടിയിട്ട് ഡെപ്തിൽ മനസ്സിലാക്കാൻ കൂടിയിട്ട് നമ്മൾ പുസ്തകങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള വായനകളിൽ ഇപ്പോൾ ഫിക്ഷൻസ് നമ്മൾ വായിക്കണം, കവിതകൾ വായിക്കണം, അതുപോലെ നോവലുകളും കഥകളും ധാരാളമായിട്ട് വായിക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് നമ്മൾ ഭാഷയുടെ ഒരു ലിറിക്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.